Hi future doctors, welcome back to Xylem Learning. അപ്പോൾ നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാപ്പിഡ് ഫയറിലെ റാപ്പിഡ് റിവിഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ഓൺ എക്സാം വരാൻ പോവാണ്. അപ്പോഴേക്കും നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് റിവൈസ് ചെയ്ത് പോകണം. കാരണം നല്ല പോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ +2 നമുക്കുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ദെൻ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. രണ്ടും നല്ല വലിയ ചാപ്റ്ററാണ്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഷോർട്ട് ടൈമിൽ നമുക്ക് ആ ഫുൾ ചാപ്റ്റർ നമുക്ക് എന്താണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിസ് നിങ്ങൾക്ക് നമ്മൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഓവറോൾ ആയിട്ടൊന്ന് പറയാം. എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോവും? നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ? അപ്പോൾ മക്കൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഐ യു ഓൾ ദെയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? യെസ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് റാപ്പിഡായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്വിക്കായിട്ടൊന്ന് ചാപ്റ്റർ റിവൈസ് ചെയ്യാം. മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസും ചെയ്യാം. ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഓരോ ടോപ്പിക്സ് റിവൈസ് ചെയ്യാം. പിന്നെ ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ അത് മിസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ എല്ലാവരും ആപ്പിലുള്ള കുട്ടികളും യൂട്യൂബിൽ കാണുന്നവരും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളുടെ ഓണം എക്സാം എക്സ്പീരിയൻസ് എളുപ്പമാക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു റിവിഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഫസ്റ്റ് എന്താ നമ്മൾ പഠിച്ചതെന്ന് നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ we learned introduction. Yes, what is sexual reproduction? Okay, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ മിസ് പറയുന്നത്? നമ്മുടെ കോഡ് എന്തായിരുന്നു? മിസ് പറയുന്ന കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ DWC ഡിസ്റ്റിൽ വാട്ടർ ക്ലിയർ എന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് അക്ഷയിനെ കാണാം, ഫർസാനെ കാണാം, ഫറാനെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം അതേപോലെ. സോ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചത് വാട്ട് ഇസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് ഗാമെറ്റ്സ്, മെയിൽ ഫീമെയിൽ ഗാമെറ്റ്സ്, ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ജനറ്റിക് വേരിയേഷൻ. ആൻഡ് നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അതേപോലെ പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സൈറ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, ജോവീന, അമൃത, ഓക്കെ എല്ലാവരും ക്ലാസ്സിലുണ്ട് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ഫ്ലവർ, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്ലവർ. പിന്നെ ഫ്ലവറിനെ നമ്മൾ റിലീജിയസും കൾച്ചറലുമായിട്ടുള്ള കാര്യങ്ങൾക്കും എസ്തെറ്റിക് പ്ലഷറിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പ്ലാന്റ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്ലവർ പഠിച്ചു. ഫ്ലോറി കൾച്ചറിനെ കുറിച്ച് പഠിച്ചു. ഫ്ലോറി കൾച്ചർ, അതായത് ഫ്ലവേഴ്സിനെ ഇങ്ങനെ വളർത്തി കൾച്ചർ ചെയ്ത് വിൽക്കുന്ന അല്ലെ, എക്കണോമിക് ഇതിന് വേണ്ടിയിട്ട് വിൽക്കുന്ന, ലാഭങ്ങൾക്കായിട്ട് വിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലോറി കൾച്ചർ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചത് അല്ലേ? പിന്നെ എന്താ നമ്മൾ പഠിച്ചത് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, പിന്നെ നമ്മൾ നേരെ പോയത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്കാണ്. ദാറ്റ് ഈസ് നമ്മൾ ഫ്ലോറി കൾച്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് പാർട്സ് ഓഫ് ഫ്ലവർ പഠിച്ചു അല്ലേ? ഫ്ലവറിൻ്റെ പാർട്സ് ഓഫ് ഫ്ലവർ. പാർട്സ് ഓഫ് ഫ്ലവർ എന്ന് പറയുന്നത് 4 വേൾഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ആ 4 വേൾഡ്സ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കാലിക്സ്, കൊറോള, ആൻഡ്രൂഷ്യം ആൻഡ് ഗൈനൂഷ്യം. അതിൽ കാലിക്സും കൊറോളയും നോൺ എസെൻഷ്യൽ വേൾഡ്സ് ആണ്. ആൻഡ്രൂഷ്യം അതായത് സെപ്പൽസും പെറ്റൽസുമാണ്. ആൻഡ്രൂഷ്യം, ഗൈനൂഷ്യം എസെൻഷ്യൽ വേൾഡ്സ് ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അവർ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ? ഇത് നമ്മൾ നേരെ പോയത് മെയിൽ പാർട്ടിലേക്കാണ്. ദാറ്റ് ഈസ് ദ ആൻഡ്രൂഷ്യം. ആൻഡ്രൂഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻ അല്ലേ? ഒരു സ്റ്റേമന് നമുക്കറിയാം ഒരു ആന്തറും ഫിലമെൻറ്റും ഉണ്ട്. പ്രോക്സിമൽ എൻഡ് ഓഫ് ആന്തർ ഈസ് അറ്റാച്ച്. വെരി ഗുഡ്, ഫറാന റിവൈസ് ചെയ്യുന്നുണ്ട് മിസ്സിൻ്റെ ഒപ്പം തന്നെ. ഓക്കെ, ടോപ്പിക്സ് പറഞ്ഞു പോവാം കേട്ടോ. അപ്പം നമുക്കറിയാം അതിൻ്റെ പ്രോക്സിമൽ എൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തലാമസ് ഓഫ് ദ ഫ്ലവറിലാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ മക്കളെ? യെസ്, അപ്പം എന്താണ് എന്നിട്ട് നമ്മൾ നേരെ പോയത് പിന്നെ ആന്തറിൻ്റെ സ്ട്രക്ചറിലേക്കാണ്. ആന്തർ നമുക്കറിയാം ആൻജിയോസ്പേംസിൽ ഡയേഷ്യസ് ബൈലോബ്ഡ് ആന്തറാണ്. ഡയേഷ്യസ് അല്ല, ബൈലോബ്ഡ് ആന്തറാണ്. ഡൈത്തീക്കസ് ആണ് അല്ലേ? ഡൈത്തീക്കസ് ആണ്. ടെട്രാഗോണൽ ആണ്. നമുക്കറിയാം 4 കോർണേഴ്സ് ഉണ്ട്.
ആൻഡ് ഓരോ കോർണറിലും ഓരോ മൈക്രോസ്പൊറാഞ്ചിയ വെച്ചിട്ട് ടെട്രാ സ്പൊറാഞ്ചിയേറ്റ് ആണ്. ഓർക്കുന്നുണ്ടോ? യെസ്. നമുക്കറിയാം ഓരോ ലോബിനെയും വീണ്ടും അല്ലേ ലൈൻ ഓഫ് സെപ്പറേഷൻ വന്നിട്ട് ലൈൻ ഓഫ് ഡെഹിസൻസ് വന്നിട്ട് തീക്കയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആൻതേഴ്സിൻ്റെ പ്രത്യേകതയാണ്. ആൻതറിൻ്റെ ഉള്ളിലാണ് പോളൻ സാക്ക് ഉള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് മൈക്രോസ്പോറോജെനസിസ് ആയിരുന്നു. മൈക്രോസ്പോറോജെനസിസ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം പഠിച്ചിരുന്നു. അതായത് ആൻതർ വാൾസ് അല്ലേ. അതായത് ഓരോ പോളൻ സാക്കിൻ്റെ ചുറ്റിനും വാൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ആ പോളൻ സാക്കിൻ്റെ ചുറ്റുമുള്ള മൈക്രോസ്പൊറാഞ്ചിയയുടെ ചുറ്റുമുള്ള വാൾസ് എന്ന് പറയുന്നത്? 4 വാൾസ് ആണുള്ളത്. എപ്പിഡെർമിസ്, 4 വാൾ ലെയേഴ്സ് ആണുള്ളത് അല്ലേ. എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പീറ്റം. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പീറ്റം. 4 ലെയേഴ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 3 ലെയർ എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സും പ്രൊട്ടക്ഷനും ആൻതറിൻ്റെ ഡെഹിസൻസിനും പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യാനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എൻഡോത്തീഷ്യം ഉള്ളിലേക്ക് വലിഞ്ഞ് ഫൈബ്രസ് തിക്കനിങ്സ് ഒക്കെ ഫോം ചെയ്യും. ആൻഡ് ടെപ്പീറ്റം മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. നെർവ് സെൽസ് നമ്മൾ പറയും. അവരെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നോറിഷ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. മൈക്രോസ്പോറോജെൻസിസിൽ എന്താ പഠിച്ചത്? മൈക്രോസ്പോർ മദർ സെല്ലുണ്ട്. ഹായ് എവറിബഡി, തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക മക്കളെ, ഒന്ന് കൺഫേം ചെയ്യുക. യെസ്, നെഹാൽ, ഫർസാന, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ ആൻഡ് വിസിബിൾ ടു എവറിബഡി? നിവേദിത, ഫിദ, ഹാദിയ, റിയ, യെസ്, ആലിയ, ഫർസാന. ഓക്കെ, എല്ലാവർക്കും കാണാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയി. ഗ്രേറ്റ്. അപ്പോൾ മക്കളെ, നമുക്ക് ടൈമിൻ്റെ കോൺസ്ട്രെയിൻ ഉണ്ട്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്. സോ നൗ വാട്ട് വി ക്യാൻ ഡു ഇസ് വിൽ ഫിനിഷ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ. ഓക്കെ, നമുക്കത് നല്ലപോലെ റിവൈസ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ചാപ്റ്റർ നമുക്കൊരു നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. അപ്പം ബിക്കോസ് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ലിമിറ്റഡ് ടൈം അല്ലേ ഉള്ളൂ. ആൻഡ് 2 ചാപ്റ്റേഴ്സ് നമുക്ക് ടൈം അനുസരിച്ച് ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അഗത ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സ്റ്റക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ കാണുന്നവർക്കും ഇപ്പം ക്ലാസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തിങ്ക് യു ആർ ഏബിൾ ടു സീ ദ ക്ലാസ്. ഓക്കെ, യാ. അപ്പോൾ മിസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത്. പോളൻ ഫസ്റ്റ് നമ്മൾ മെയിൽ പാർട്ട് പഠിച്ചു അല്ലെ, മൈക്രോസ്പോറോജെൻസിസ് പഠിച്ചു, പോളൻ ഗ്രെയിനെ കുറിച്ച് പഠിച്ചു, പോളൻ എലർജീസ്, പോളൻ ഗ്രെയിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിച്ചു. ഐ ഹോപ്പ് യു റിമെമ്പർ ഓൾ ഓഫ് ദാറ്റ്. പിന്നെ നമ്മൾ നേരെ പോയത് ഫീമെയിൽ പാർട്ടിലേക്കാണ്. ദാറ്റ് ഈസ് ദ ഗൈനൂഷ്യം. ഗൈനൂഷ്യത്തിൻ്റെ മോണോമർ യൂണിറ്റ്സ് ആണ് പിസ്റ്റൽസ് അല്ലെങ്കിൽ കാർപ്പൽസ് അല്ലേ. ആൻഡ് പിസ്റ്റൽ കാർപ്പലിനെ നമ്മൾ 3 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്, വിച്ച് ഇസ് ദ സ്റ്റിഗ്മ, ഇലോങ്ങേറ്റഡ് നെക്സ്റ്റ് ലൈക്ക് ആയിട്ടുള്ള സ്റ്റൈൽ, ആൻഡ് ലാസ്റ്റ് പാർട്ടാണ് ഓവറി എന്ന് പറയുന്നത്. ഓവറിൻ്റെ ഉള്ളിലാണ് ഓവ്യൂൾ, അതായത് മെഗാസ്പൊറാഞ്ചിയം ഉള്ളത്. ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? നമ്മുടെ എംബ്രിയോസാക്ക് ഉണ്ടാവുക, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അതിൻ്റെ ഉള്ളിലാണ് എംബ്രിയോസാക്ക് ആണല്ലേ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? embryo sac, which is the female gametophyte. അതിൻ്റെ ഉള്ളിലാണ് എഗ് ഇരിക്കുന്നത്. എഗ് ഇസ് ദ ഫീമെയിൽ ഗാമറ്റ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കറിയാം ഒരു ഫ്ലവറിൽ ഒരു സിംഗിൾ പിസ്റ്റലാണെങ്കിൽ നമ്മളതിനെ മോണോ കാർപ്പിലിയറി എന്ന് പറയും. മെനി പിസ്റ്റൽസ് ആണെങ്കിൽ നമ്മളതിനെ മൾട്ടി കാർപ്പിലിയറി എന്ന് പറയും. കുറേ പിസ്റ്റൽസ് ഉള്ളപ്പം എല്ലാം കൂടി യുണൈറ്റഡ് ആയിട്ട് ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളതിനെ സിൻ കാർപ്പസ് കണ്ടീഷൻ എന്ന് പറയും. ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളതിനെ അപ്പോ കാർപ്പസ് കണ്ടീഷൻ എന്ന് പറയും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. യെസ് എവറിബഡി. ഒരുപാട് നേരം ഈ ക്ലാസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാവർക്കും ക്ലാസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കിട്ടാത്തവരൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ക്ലാസ് ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് പറയാം. നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് റിവൈസ് ചെയ്ത് നമുക്കതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂസ്ഡ് ആയിട്ടുള്ളതിൻ്റെ എക്സാമ്പിളാണ് പാപ്പാവെർ, പോപ്പി പ്ലാന്റ്. പിന്നെ ഫ്രീ ആയിട്ട്, അതായത് കാർപ്പൽസ് ഫ്രീ ആയിട്ട് നിൽക്കുന്നതിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ മൈഷീലിയ, ചെമ്പകപ്പൂവ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക എല്ലാവരും. പിന്നെ നമ്മൾ ഗൈനൂഷ്യത്തിൽ പഠിച്ചത് എന്താണ് നമുക്കറിയാം. നമ്മൾ പിന്നെ നേരെ പോയത് ഒവ്യൂളിൻ്റെ സ്ട്രക്ചറിലേക്കാണ് അല്ലേ. ഒവ്യൂൾ എന്ന് പറയുന്നത് മെഗാ സ്പൊറാഞ്ചിയമാണ്.
അതിന് പല പാർട്സ് ഉണ്ട്. അതായത് ഒവ്യൂളിനെ പിന്നെ പ്ലാസൻറ്റയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്നത്. ഫ്യൂണിക്കിളും ഒവ്യൂളും തമ്മിൽ ജോയിൻ ചെയ്ത സ്ഥലത്തിനെ നമ്മൾ ഹൈലം എന്ന് പറയും, അല്ലേ? ആ ജംഗ്ഷൻ അതാണ് പിന്നീട് സീഡിൻ്റെ പുറത്ത് സ്കാർ ഓൺ ദ സീഡായിട്ട് മാറുന്നത്. പിന്നെ ഒവ്യൂളിന് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ ഇൻറ്റഗ്യുമെൻസ് എന്നാണ് പറയുക, അല്ലേ മക്കളെ? ഇൻറ്റഗ്യുമെൻസ്, ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റ്, ഇൻറ്റഗ്യുമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസ് ഉണ്ട്. ന്യൂസെല്ലസിൻ്റെയും ഉള്ളിലാണ് ഒവ്യൂളിൽ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുക. ഒവ്യൂളിൻ്റെ ക്ലോസ്ഡ് എൻഡിനെ നമ്മൾ ചെലാസ എന്നാണ് വിളിക്കുക. ഓപ്പൺ എൻഡിനെ നമ്മൾ മൈക്രോപൈൽ എന്നാണ് വിളിക്കുക, അല്ലേ? അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണ്. ആൻഡ് നമുക്കറിയാം പിന്നെ ഒവ്യൂളിൻ്റെ ഉള്ളിൽ നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് മെഗാസ്പോറോജെനസിസ്. മെഗാസ്പോറോജെനസിസിൽ ഒന്നുമില്ല, ന്യൂസെല്ലസിലെ ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലാകും. അവർ മിയോസിസ് നടത്തും. ആദ്യത്തെ മിയോസിസിൽ നമുക്ക് മൈക്രോസ്പോർ ഡയാഡ് കിട്ടും, രണ്ടാമത്തതിൽ മൈക്രോസ്പോർ ടെട്രാഡ് കിട്ടും. അതിൽ നിന്നും 3 പേര് ഡീജനറേറ്റ് ചെയ്യും. ഒരാൾ ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് ആക്ട് ചെയ്യും. ആ ഫങ്ഷണൽ മെഗാസ്പോറിനി മൈറ്റോസിസ് നടത്തും, അല്ലേ? മൈറ്റോസിസ് നടത്തിയിട്ട് നമുക്ക് നമ്മുടെ എംബ്രിയോ സാക്ക് തരും. 3 മൈറ്റോസിസ് നടത്തും. ആൻഡ് നമുക്കറിയാം ആൻജിയോസ്പേംസിൻ്റെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് ആയിട്ടുള്ള എംബ്രിയോ സാക്കാണ് അറ്റ് മെച്യൂരിറ്റി. ഈ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? എഗ് ഉള്ളത്, അല്ലേ? എഗ്ഗിലേക്കാണ് ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. പിന്നെ നമ്മൾ നേരെ ഈ ചാപ്റ്ററിൽ പോയത് അപ്പം ഗാമെറ്റ്സ് ഫോം ചെയ്ത് കഴിഞ്ഞത് പ്രീ ഫെർട്ടിലൈസേഷനിലുള്ള 2 ഇവൻറ്റ്സ് ആണ് ഗാമറ്റോജെനസിസ്. ഇനി ഗാമെറ്റ് ട്രാൻസ്ഫർ നടക്കണം, അല്ലേ? അപ്പോൾ ഗാമെറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ പഠിച്ച മെത്തേഡാണ് പോളിനേഷൻ. പോളിനേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഗാമെറ്റ്സ്. അതായത് പോളൻ ഗ്രെയിനിൽ നിന്നും ഫീമെയിൽ പാർട്ടിലേക്ക് എന്തെത്തണം? സ്റ്റിഗ്മയിലേക്ക് എന്തെത്തണം? നമ്മളുടെ പോളൻ ഗ്രെയിൻ എത്തണം. അതായത് ആന്തറിൽ നിന്നും ഫീമെയിൽ പാർട്ടിലേക്ക് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻ എത്തണം. ആ പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്പ് പോളിനേഷൻ നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ പോളൻ ഗ്രെയിൻ, എവിടെയാണ് ഇരിക്കുന്നത്, ആൻഡ് ബേസ്ഡ് ഓൺ ദ പോളിനേറ്റിംഗ് ഏജൻറ്റ്. ആരാണ് പോളിനേഷൻ നടത്തുന്നത്? എക്സ്റ്റേണൽ ഏജൻസ് ആണോ നടത്തുന്നത്? ഓക്കെ. പൊസിഷൻ ഓഫ് പോളൻ ഗ്രെയിൻ ഇരിക്കുന്നത് സെയിം ഫ്ലവറിലാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലവറിലാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഓട്ടോഗാമി, ജെറ്റനോഗാമി ആൻഡ് സെനോഗാമി. ഓർമ്മ വരുന്നുണ്ടോ? ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. സെനോഗാമി. ഓട്ടോഗാമി എന്താണ്? ദാറ്റ് ഈസ് സെൽഫ് പോളിനേഷൻ, അല്ലേ? അതായത് ഇവിടെ മെയിൽ ഫീമെയിൽ പാർട്സ് ഒരേ ഫ്ലവറിലായിരിക്കും ഉണ്ടാവുക. അപ്പം അത് ഒരു ക്ലോസ്ഡ് ഫ്ലവർ ആവാം, ഓപ്പൺ ഫ്ലവർ ആകാം. അപ്പം ഇതേ സെയിം ഫ്ലവർ, ഒരേ ഫ്ലവറിലാണ് സ്റ്റേമൻസും അതേപോലെ പിസ്റ്റൽസും ഉള്ളത്. അപ്പോൾ സെൽഫ് പോളിനേഷൻ ആണ് ആൻഡ് ദർ ഈസ് നോ ജെനറ്റിക് വേരിയേഷൻ. ജെറ്റനോഗാമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, പക്ഷേ ജെനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ആണ്. കാരണം ഇവിടെ ട്രാൻസ്ഫർ ഹാപ്പൻസ് ബിറ്റ്വീൻ ദ ആന്തർ ആൻഡ് ദ സ്റ്റിഗ്മ ഓഫ് 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ബട്ട് ദേ വിൽ ബി ഇൻ ദ സെയിം പ്ലാന്റ്. സോ ടെക്നിക്കലി എന്താണ്? ജെനറ്റിക്കലി എന്താണ്? ഇത് സെൽഫ് പോളിനേഷൻ തന്നെയാണ്. ഇവിടെയും ജെനറ്റിക് വേരിയേഷൻ ഇല്ല. സെനോഗമി കംപ്ലീറ്റ് ക്രോസ് പോളിനേഷൻ. മെയിൽ ഫ്ലവർ ഒരു പ്ലാന്റിലും ഫീമെയിൽ ഫ്ലവർ വേറൊരു പ്ലാന്റിലായിരിക്കും. ഡൈഷ്യസ് കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ നടക്കും ആൻഡ് ദർ വിൽ ബി കംപ്ലീറ്റ് ക്രോസ് പോളിനേഷൻ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവറിബഡി. പിന്നെ നമ്മൾ പോളിനേറ്റിംഗ് ഏജന്റിനെ ബേസ് ചെയ്തിട്ടുള്ള പോളിനേഷൻ ടൈപ്സ് പഠിച്ചു. അത് നമുക്കറിയാം ഏബയോട്ടിക് ഏജൻസ് ഉണ്ട്, ഏബയോട്ടിക് നോൺ ലിവിങ് ഏജൻസ് ആണ്. അതിലാരൊക്കെയാണുള്ളത്? വിൻഡാണ് പോളിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ വിളിക്കുക അനിമോഫിലി എന്നാണ്. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്രാസസിലാണ്. അവിടെ പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും, നോൺ സ്റ്റിക്കി ആയിരിക്കും, ആൻഡ് പിന്നെ സ്റ്റേമൻസും സ്റ്റിഗ്മയും ഒക്കെ വെൽ എക്സ്പോസ് ആയിരിക്കും, ഫെദറി സ്റ്റിഗ്മ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കോൺകോബ്, അല്ലേ? പിന്നെ വാട്ടർ ആണ് പോളിനേറ്റിംഗ് ഏജന്റ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത്, ഫ്യൂച്ചർ ഡോക്ടർ ശ്രദ്ധിക്കുന്നില്ലേ, ഹൈഡ്രോഫിലിയാണ്. ഹൈഡ്രോഫിലിയിൽ നമുക്കറിയാം പിന്നെ വെള്ളത്തിലുള്ള ചെടികളാണ് നമ്മുടെ വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെ. പക്ഷേ അവരിൽ നടക്കുന്ന ഹൈഡ്രോഫിലി അല്ല, വെള്ളമല്ല പോളിനേറ്റ് ചെയ്യുക. അവർക്ക് നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അവരെ കാറ്റ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് ആണ് പോളിനേഷൻ നടത്തുക, അല്ലേ? പക്ഷെ വെള്ളത്തിൽ പോളിനേഷൻ നടത്തുന്ന ആരാണ്? നമ്മുടെ വാലിസ്നേരിയ ഉണ്ട്, ഹൈഡ്രില്ല ഉണ്ട്, പിന്നെ സോസ്തെര, കടലിലാണെങ്കിൽ സീഗ്രാസ് എന്ന് വിളിക്കുന്ന സോസ്തെര ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ പോളൻ ഗ്രെയിൻസിനെ, ഇപ്പോൾ വാലിസ്നേരിയയുടെ ഫീമെയിൽ ഫ്ലവർ വെള്ളത്തിൻ്റെ സർഫസിലേക്ക് വരും, അല്ലേ? പോളൻ ഗ്രെയിൻസ് വെള്ളത്തിൻ്റെ സർഫസിലൂടെ പാസീവ്ലി മൂവ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് ചെയ്യുക. സോസ്തെരയിലാണെങ്കിൽ അണ്ടർ വാട്ടർ ആയിരിക്കും, റിബൺ ഷേപ്പിലുള്ള പോളൻ ഗ്രെയിൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ഹൈഡ്രോഫിലിക്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. പിന്നെ ബയോട്ടിക് ഏജൻസ്, ലിവിങ് ഏജൻസ് പോളിനേഷൻ നടത്തുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സിൽ ഹണി ബീസ് ആണ് ഏറ്റവും കോമൺ ഏജൻസ്. അപ്പോൾ ഇൻസെക്ട് പോളിനേഷൻ നമ്മൾ വിളിക്കുന്നത് എൻറ്റമോഫിലി എന്നാണ്. എന്താ വിളിക്കുക മക്കളെ? എൻറ്റമോഫിലി.
അതേപോലെ തന്നെ ഇൻസെക്റ്റ് പോളിനേഷൻ നടത്തണമെങ്കിൽ ഫ്ലവർ കുറേ കാര്യങ്ങൾ ചെയ്യും അല്ലേ, നമ്മൾ അതും പഠിച്ചു. ഫ്ലോറൽ അട്രാക്റ്റൻസ്, ഫ്ലവേഴ്സിന് ഈ ഭയങ്കര ബ്രൈറ്റ് കളറും പിന്നെ നല്ല മണവും ഇതൊക്കെ ഉള്ളത് എന്തിനാണ്, ചിലർക്ക് ചീഞ്ഞ മണവും ഒക്കെ ഉള്ളത് എന്തിനാണ് മക്കളെ, ടു അട്രാക്ട് പോളിനേറ്റിംഗ് ഏജന്റ് അല്ലേ, അത് നമ്മൾ പഠിച്ചു. ആൻഡ് ഫ്ലോറൽ റിവാർഡ്സും ഉണ്ട്. പോളിനേറ്റിംഗ് ഏജന്റ് ഇൻസെക്റ്റ് വന്ന് അവിടെ ഇരിക്കുമ്പോൾ അതിന് റിവാർഡ്സ് ആയിട്ട് അവർ നെക്ടർ കൊടുക്കും അല്ലേ, അതേപോലെ പോളൻ ഗ്രെയിൻ കഴിക്കാൻ കൊടുക്കും, ആൻഡ് അവർക്ക് മുട്ടയിടാനുള്ള സ്ഥലം കൊടുക്കും. ഇതൊക്കെ എന്താണ്, ഫ്ലോറൽ റിവാർഡ്സ് ആണ് അല്ലേ. പിന്നെ നമ്മൾ പോളൻ റോബേഴ്സിനെ കുറിച്ചും പഠിച്ചു. അവർ ചിലപ്പം അവിടെ പോയി ഇരിക്കും പക്ഷെ പോളിനേഷൻ നടത്തില്ല, നെക്ടറൊക്കെ കുടിച്ചിട്ട് അവരങ്ങ് പോവും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടൈപ്സ് ഓഫ് പോളിനേഷൻ പഠിച്ചത്. ഗാമറ്റ് ട്രാൻസ്ഫർ മെത്തേഡ്സ് പഠിച്ചു. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ വരുന്നത് എന്താണ്, അപ്പോൾ ഗാമറ്റ് ട്രാൻസ്ഫർ സക്സസ്ഫുൾ ആയിട്ട് നടന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലാന്റ് തന്നെ നടത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ. അതായത് പ്ലാന്റിന് വേണ്ടത് ക്രോസ് പോളിനേഷൻ ആണ്, എന്നാൽ മാത്രമേ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാവുള്ളൂ അല്ലേ. ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ ആൻഡ് ടു അവോയ്ഡ് ഓട്ടോഗാമി, സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യാനും, കാരണം അതിൽ ജനറ്റിക് വേരിയേഷൻ ഇല്ല, ഒരേ ടൈപ്പ് മെയിൽ ഫീമെയിൽ ഗാമറ്റ്സ് അല്ലേ ഫ്യൂസ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ ജനറ്റിക് വേരിയേഷൻസ്. ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ പ്ലാന്റ് കുറച്ച് ഡിവൈസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മളുടെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് മക്കൾ പറഞ്ഞേ. ഫസ്റ്റത്തേതാണ് എന്ത്, ദർ ഈസ് നോ സിങ്ക്രണി ഇൻ ദ മെച്ചുറേഷൻ അല്ലേ. നമ്മളതിനെ വിളിക്കുക ഡൈഷോഗാമി എന്നാണ് വിളിക്കുക. ഡൈഷോഗാമിയിൽ തന്നെ നമ്മൾ 2 പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രൊട്ടാൻഡ്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രൂഷ്യം ഫസ്റ്റ് അങ്ങ് മെച്ചുർ ചെയ്യും, അപ്പം സ്റ്റിഗ്മ റെഡി ആയിട്ടുണ്ടാവില്ല, സോ സെൽഫ് പോളിനേഷൻ നടത്തില്ല. പിന്നെയുള്ളതാണ് പ്രോട്ടോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഗൈന്യൂഷ്യമാണ് ഫസ്റ്റ്, പ്രോട്ടോഗൈനി കേട്ടോ, പ്രോട്ടോഗാമി അല്ല, പ്രോട്ടോഗൈനിയിൽ ഗൈന്യൂഷ്യമാണ് ഫസ്റ്റ് മെച്ചർ ആകുന്നത്. അപ്പം ആൻതേഴ്സ് റെഡി അല്ല, പോളിൻ ഗ്രെയിൻസ് റെഡി അല്ല, സോ സെൽഫ് പോളിനേഷൻ നടക്കില്ല. രണ്ടാമത്തത് എന്താണ്, ഹെർക്കോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഇനിയിപ്പോൾ ഒരേ സമയത്ത് മെച്ചർ ആയാൽ പോലും അവർ കമ്പാറ്റബിൾ പൊസിഷനിലായിരിക്കരുത് പോളിനേഷൻ നടക്കാൻ അല്ലേ. അപ്പോൾ ഇവർ സ്റ്റൈലിൻ്റെ ലെങ്ത് അങ്ങ് ഡിഫർ ചെയ്യിപ്പിക്കും. അപ്പം വേറെ വേറെ ഹൈറ്റ്സിലായിരിക്കും ഇവരുണ്ടാവുക. അപ്പം ചിലരിൽ ആൻതേഴ്സ് ഭയങ്കര ഹൈറ്റിലും പിന്നെ സ്റ്റിഗ്മാസ് ഭയങ്കര താഴേക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക, അപ്പോൾ പോളിനേഷൻ നടക്കില്ല. സോ അതാണ് ഹെറ്ററോ സ്റ്റൈലി അല്ലേ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, ഡൈഷോഗാമി പഠിച്ചു, ഹെർക്കോഗാമി പഠിച്ചു, ഹെറ്ററോസ്റ്റൈലി പഠിച്ചു. അതിൽ പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി അല്ലേ. ഇതൊരു ജനറ്റിക് മെക്കാനിസമാണ്, സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി. എന്താണത്, സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റിയിൽ സ്റ്റിഗ്മ റിജക്ട്സ് ജനറ്റിക്കലി സിമിലർ പോളൻ. അതായത് ഒരേ പ്ലാന്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരേ സ്പീഷീസിലുള്ള ഒരേ പ്ലാന്റിലെ വേറെ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ ആണെങ്കിലും സ്റ്റിഗ്മ അതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് നടക്കില്ല, സെൽഫ് പോളിനേഷൻ ഒരിക്കലും നടക്കില്ല. ഇറ്റ്സ് എ ജനറ്റിക് മെക്കാനിസം. പിന്നെ ഉള്ളതാണ് ഡൈക്ലീനിയിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ഫീമെയിൽ ഫ്ലവേഴ്സിനെ ഇവർ വേറെ വേറെ പ്ലാന്റ്സിൽ തന്നെ ഫോം ചെയ്യും അല്ലേ. അത് പപ്പായയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഡൈഗീഷി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ് ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെയുള്ളത് എന്താണ്, നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാന്റ് തന്നെ ഫെർട്ടിലൈസേഷനും ക്രോസ് പോളിനേഷനും ഒക്കെ നടത്തി എങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് അത് നടത്തണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്, നമ്മൾ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ്, ഫസ്റ്റ് ഇപ്പോൾ അതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റേമെൻസിനെ വളരെ കെയർഫുള്ളി റിമൂവ് ചെയ്യണം. അതിൻ്റെ സ്റ്റിഗ്മേനെ മാത്രം നമ്മൾ അവിടെ റിറ്റെയിൻ ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന പേരെന്താ, ആ ഫസ്റ്റ് സ്റ്റെപ്പിന് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ആരാ പറയാൻ നോക്കട്ടെ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ആരെ പറയാൻ നോക്കട്ടെ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, റിമൂവൽ ഓഫ് ആൻതേഴ്സ് വെരി കെയർഫുള്ളി ഇഫ് ദ ഫ്ലവർ ഇസ് ബൈസെക്ഷൽ. ആ സ്റ്റെപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഇമാസ്ക്യുലേഷൻ അല്ലേ, ഇമാസ്ക്യുലേഷൻ. എന്നിട്ട് നമ്മൾ ആ സ്റ്റിഗ്മേനെ വൃത്തിയായിട്ട് മെച്ചർ ആവാൻ അനുവദിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബാഗിങ് എന്ന് പറയുന്നത്, ഒരു ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്ത്. വെരി ഗുഡ് അക്ഷയ് മനോജ് പറയുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ, അപ്പോൾ സ്റ്റിഗ്മ മെച്ചറായി കഴിയുമ്പോൾ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴും അല്ലേ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ നമ്മൾ കെയർഫുള്ളായിട്ട് അവിടെ കൊണ്ട് ഇടും. അപ്പോൾ അവിടെ നമ്മൾ പോളിനേഷൻ നടത്തി അല്ലേ, ദാറ്റ് ഈസ് ഡസ്റ്റിംഗ് ഓഫ് പോളൻ ഗ്രെയിൻസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ മെച്ചർ ആവാൻ അനുവദിക്കേണ്ടേ നമുക്ക്. ഡസ്റ്റിംഗ് ഓഫ് പോളൻ ഗ്രെയിൻസ് ചെയ്തിട്ട് നമ്മൾ റീബാഗിങ് ചെയ്തു അല്ലേ.
റീബാഗിങ് ചെയ്ത് അവരെ കവർ ചെയ്ത് മെച്ചുർ ആവാൻ വേണ്ടി അനുവദിച്ചു. സോ ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇസ് ക്ലിയർ ടു എവറിബഡി ഫ്യൂച്ചർ ഡോക്ടേഴ്സ്? അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അപ്പോൾ പോളിനേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് പിന്നെ നമ്മുടെ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് താഴെ വരെ എത്തണം അല്ലേ, ഒവ്യൂളിൻ്റെ മുഖത്തിൽ കൂടി ഉള്ളിലേക്ക് കയറണം. ഈ സ്റ്റെപ്സിനെയാണ് നമ്മൾ പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ ഓർക്കുന്നുണ്ടോ മക്കൾ? അതായത് ഫ്രം ദ ടൈം ദ പോളൻ ഗ്രെയിൻ ലാൻഡ്സ് ഓൺ ദ സ്റ്റിഗ്മ, ഓക്കെ, അവിടെ വന്ന് ലാൻഡ് ചെയ്തു, അതിനുശേഷം കമ്പാറ്റബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണെങ്കിൽ സ്റ്റിഗ്മ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തതാണെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പോളൻ ട്യൂബ് താഴേക്ക് വളരും അല്ലേ, അതിൽ മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ട്. പോളൻ ട്യൂബ് മെയിൽ ഗ്യാമേറ്റ്സിനെ ക്യാരി ചെയ്ത് താഴേക്ക് വളരും. എന്നിട്ട് നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ഒവ്യൂൾ ഉണ്ട്, ഒവ്യൂളിൻ്റെ ഉള്ളിൽ എംബ്രിയോ സാക്ക് ഉണ്ട്. അവരിതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ പോളൻ ട്യൂബ് താഴേക്ക് വളരുന്നത് ഒരു കീമോട്രോഫിക് മൂവ്മെൻ്റ് ആണ്. കാരണം സ്റ്റൈലിൽ കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഇനി ആ പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്തത് 2 സെൽ സ്റ്റേജിലാണെങ്കിൽ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഇവിടെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്തിട്ട് 3 സെൽ സ്റ്റേജിൽ, അതായത് 2 മെയിൽ ഗ്യാമേറ്റ് വേണമല്ലോ അല്ലേ, പിന്നെ 2 മെയിൽ ഗ്യാമേറ്റിനെ ഫോം ചെയ്യും. അങ്ങനെ ഇതാ ഇവർ താഴെ എത്തും. ഇവരെ അപ്പം നമുക്കറിയാം എംബ്രിയോ സാക്കിൻ്റെ മുമ്പിൽ സിനർജിഡ്സിൻ്റെ അവിടെ ഫൈലിഫോം അപ്പാരറ്റസ് ഉണ്ട്. അപ്പോൾ അവർ പോളൻ ട്യൂബിനെ ദേ വിൽ പുഷ് ഇറ്റ് ടു വൺ ഓഫ് ദ സിനർജിഡ്സ് അല്ലേ, ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വിടും. അതുവരെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രം ദ ടൈം ദ പോളൻ ഗ്രെയിൻ ലാൻഡ്സ് ഓൺ ദ സ്റ്റിഗ്മ, പോളൻ ട്യൂബ് ഗ്രോസ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് നമ്മുടെ പോളൻ ട്യൂബ് മൈക്രോപൈലർ എൻഡിലൂടെ ഉള്ളിലേക്ക് കയറുന്ന വരെയുള്ള സ്റ്റേജിനെയാണ് നമ്മൾ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവറിബഡി. യെസ്, അതിനുശേഷം ഓക്കെ നമ്മൾ പഠിച്ചത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്, സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആയിരുന്നു ഡബിൾ ഫെർട്ടിലൈസേഷൻ അല്ലേ. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് നത്തിങ് ബട്ട് യെസ്, നമ്മൾ ഫസ്റ്റ് 2 കാര്യങ്ങളാണ് ഈ ആൻജിയോസ്പേംസിൻ്റെ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്. ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. വൺ ഈസ് സിൻഗാമി, ബിക്കോസ് 2 മെയിൽ ഗ്യാമേറ്റ്സ് നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് അല്ലേ. പക്ഷേ 2 എഗ് ഉണ്ടോ നമുക്ക് ഫ്യൂസ് ചെയ്യാൻ? ഇല്ല. അപ്പോൾ ആദ്യത്തെ ഫ്യൂഷൻ സിൻഗാമിയാണ്. ദാറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ടു ഗിവ് റൈസ് ടു ദ സൈഗോട്ട് അല്ലേ. അതാണ് ഫസ്റ്റത്തെ ഫ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫ്യൂഷൻ ട്രിപ്പിൾ ഫ്യൂഷനാണ്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് പോയിട്ട് പോളാർ ന്യൂക്ലിയമായിട്ട് അല്ലേ, എംബ്രിയോ സാക്കിൻ്റെ നടുവിലത്തെ സെല്ലിലുള്ള ന്യൂക്ലിയസ് ആണ്, ഇത് സെൻട്രൽ സെല്ലിലെ ന്യൂക്ലിയസ് ആണ്, പോളാർ ന്യൂക്ലിയസ് ആയിട്ട് ചേരും. ദാറ്റ് വിൽ ഗിവ് us പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് N+2N. ഇത് ഡിപ്ലോയിഡ് ആണ്. നമുക്ക് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസ് തരും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആണ് പിന്നെ നമ്മൾ നോക്കുന്നത്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം സൈഗോട്ട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യൂടാ? എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും അല്ലേ, എംബ്രിയോയുടെ ഫോർമേഷൻ ഉണ്ടാകും. ആൻഡ് പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസും പ്രൈമറി എൻഡോസ്പെർമിക് സെല്ലും കൂടി ചേർന്നിട്ട്, സെൻട്രൽ സെല്ലും കൂടി ചേർന്നിട്ട് എന്താകും? എൻഡോസ്പേം ഫോം ചെയ്യും. ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്കുള്ള നോറിഷ്മെൻ്റ് ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതും ഇവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആൻഡ് ഓവ്യൂള് എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ആൻഡ് ഓവറി അപ്പോഴേക്കും അതിൻ്റെ ചുറ്റിനും ഫ്രൂട്ടായിട്ട് മാറുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. പിന്നെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നമ്മൾ പഠിച്ചിരുന്നു. സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് മുമ്പ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത് എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. എൻഡോസ്പേം ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് ഉണ്ടാകുക. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് കുറച്ച് നോറിഷ്മെൻറ്റ് അവിടെ ഓൾറെഡി വേണം. അപ്പോൾ അവരെന്താ ഫോം ചെയ്യാം? ഫസ്റ്റ് അവർ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ് നടത്തിയിട്ട് അവർ ലിക്വിഡ് എൻഡോസ്പേം ഫോം ചെയ്യും അല്ലേ. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഫോം ചെയ്യും. ദാറ്റ് ഈസ് ലിക്വിഡ് എൻഡോസ്പേം. നമ്മുടെ കോക്കനട്ടിലൊക്കെ നമ്മൾ കുടിക്കുന്ന കോക്കനട്ട് വാട്ടർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. പിന്നെ അവർ കുറച്ച് പേരുടെ ചുറ്റിനും വാൾ ഫോർമേഷൻ തുടങ്ങും. പക്ഷേ കംപ്ലീറ്റ്ലി സോളിഡ് ആവില്ല, ബിക്കോസ് എല്ലാവരുടെ ചുറ്റിനും സൈറ്റോകൈനേസിസ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഹീലോബിയൽ എൻഡോസ്പേം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഹീലോബിയൽ എൻഡോസ്പേം. അതൊരു സെമി സോളിഡ് ആയിരിക്കും അല്ലേ. പിന്നെയാണ് എല്ലാവരുടെ ചുറ്റിനും സൈറ്റോകൈനേസിസ് നടക്കും. ഓരോ ന്യൂക്ലിയസിൻ്റെ ചുറ്റിനും വാൾ ഉണ്ടാകും. യെസ് എവറിബഡി, ഓക്കെ, ദാറ്റ് ഈസ് സെല്ലുലാർ എൻഡോസ്പേം അല്ലേ. സെല്ലുലാർ എൻഡോസ്പേം എന്താണ് മക്കളെ? യെസ്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളിഡ് എൻഡോസ്പേം ആണ്. നമ്മുടെ കോക്കനട്ടിൻ്റെ വൈറ്റ് കേർണൽ നമ്മൾ കഴിക്കുന്നത് എന്താണ്? സോളിഡ് എൻഡോസ്പേം ആണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? പിന്നെ നമ്മൾ സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ് പഠിച്ചത്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്താ മക്കളെ?
എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ ഫസ്റ്റ് ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് അല്ലേ, ഒരു ബേസൽ സെല്ലും ഒരു ടെർമിനൽ സെല്ലും ഫോം ചെയ്യും. അവരാദ്യം ഫോം ചെയ്യുന്നത് ഒരു പ്രോ എംബ്രിയോ ആണ്, പ്രോ എംബ്രിയോ ജസ്റ്റ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. പിന്നെ അവരൊരു ഗ്ലോബ്യുലാർ എംബ്രിയോ ഫോം ചെയ്യും ആൻഡ് ഒരു ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോയും അവർ ഫോം ചെയ്യും. അതിനുശേഷം നമ്മൾ മോണോക്കോട്ട് ഡൈക്കോട്ട് എംബ്രിയോൻ്റെ ഡിഫറൻസസ് പഠിച്ചു അല്ലേ. മോണോക്കോട്ട് എംബ്രിയോയ്ക്ക് ഒരു കോട്ട്ലിഡനേ ഉള്ളൂ. അതേപോലെ തന്നെ അവരുടെ പ്ലിമ്യൂളിനെയും റാഡിക്കലിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കോളിയോപ്റ്റൈൽ, കോളിയോ റൈസ അങ്ങനെയൊക്കെ ഉണ്ട്. എൻഡോസ്പേം ഉണ്ട് അല്ലേ, ഇതൊക്കെ അവരുടെ പ്രത്യേകതയാണ്. ഡൈക്കോട്ട് അവരുടെ സീഡിൽ എൻഡോസ്പേം ഉണ്ട്. ഡൈക്കോട്ട് എംബ്രിയോ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ, നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണ്. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് എന്താ പറയുക, റിവൈസ് ചെയ്ത് പോവാ. എവ്രിബഡി ജസ്റ്റ് റിവൈസ്. ഓക്കെ, ഡൈക്കോട്ട് എംബ്രിയോയിൽ എന്താണ് മക്കളെ? 2 കോട്ട്ലിഡൻസ് ഉണ്ട് അല്ലേ, 2 കോട്ട്ലിഡൻ. ശ്രേയസ് എന്താണ് പറയുന്നത്? ശ്രേയസിന് മനസ്സിലാവുന്നുണ്ടോ മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? യെസ്. അപ്പോൾ ഡൈക്കോട്ടിൽ 2 കോട്ട്ലിഡൻസ് ഉണ്ട്, റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട്, അതേപോലെ റാഡിക്കൽ, പ്ലിമ്യൂൾ അല്ലേ, അങ്ങനെ എപ്പിക്കോട്ടൈൽ, ഹൈപ്പോക്കോട്ടൈൽ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് സീഡാണ്, സീഡും ഫ്രൂട്ടും. സീഡ് നമുക്കറിയാം ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സീഡിൽ എൻഡോസ്പേം ഉണ്ടെങ്കിൽ നമ്മളതിനെ എൻഡോസ്പേമിക് അല്ലെങ്കിൽ ആൽബുമിനസ് എന്ന് പറയും. എൻഡോസ്പേം ഇല്ലെങ്കിൽ നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിക് എന്ന് പറയും. സീഡ് ഒരുപാട് കാലം ജെർമിനേറ്റ് ചെയ്യാതെ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കാൻ പറ്റും. അതിനാണ് നമ്മൾ സീഡ് ഡോർമസി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സീഡിൻ്റെ വയബിലിറ്റി. അതേപോലെ നമ്മൾ പോളൻ ഗ്രെയിൻ പഠിച്ചപ്പോൾ മക്കളെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിച്ചിരുന്നത് മക്കൾ ഓർക്കണം കേട്ടോ. പോളൻ വയബിലിറ്റി ഓർക്കുന്നുണ്ടോ? പോളൻ വയബിലിറ്റി, യെസ്. അതായത് ചില സ്പീഷീസ് ലൈക്ക് റൈസും വീറ്റും അവർക്കൊക്കെ പോളൻ ഗ്രെയിന് ലെസ് ദാൻ 30 മിനിറ്റ്സേ വയബിലിറ്റി ഉള്ളൂ അല്ലേ. പക്ഷേ പിന്നെ അതായത് എത്ര നേരം ഒരു ആന്തറിൽ നിന്നും റിലീസ് ചെയ്തതിന് ശേഷം പോളൻ ഗ്രെയിൻ എത്ര നേരം ആക്റ്റീവായിട്ട് എൻവറോൺമെൻറ്റിൽ നിൽക്കാൻ പറ്റും, അതിനെയാണ് പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ റോസേസിയ, ലെഗ്യുമിനോസ ഇങ്ങനെയുള്ള ചില ഫാമിലീസ് നോക്കിയാൽ 30 ഡേയ്സ് ആൻഡ് മോർ ഒക്കെ അവർക്ക് എന്തുണ്ട്, 30 ദിവസം അതിൽ കൂടുതലൊക്കെ ചിലർക്ക് അപ് ടു 30 ഡേയ്സ് അല്ലേ, അവർക്ക് വയബിലിറ്റി ഉണ്ട്. അത് മക്കൾ ഓർക്കണം, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ സീഡും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നമ്മൾ സീഡ് ഡോർമസിയെ കുറിച്ച് പഠിച്ചിരുന്നു, സീഡ് ഡോർമസി, അതേപോലെ സീഡിൻ്റെ വയബിലിറ്റി. ഓക്കെ, സീഡിന് എത്ര കാലം മണ്ണിൽ കിടന്ന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചില സീഡുകൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാമോ? മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. യെസ്, ഫിനിക്സ് ഡക്റ്റിലിഫെറ അല്ലേ. ഫിനിക്സ് ഡക്റ്റിലിഫെറനെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കിങ് ഹെറോഡ് പാലസിൻ്റെ അടുത്തു നിന്നാണ് കിട്ടിയത്. ഒരു പാമ്പിൻ്റെ സീഡായിരുന്നു അത്. എത്ര വർഷത്തിന് ശേഷമാണ് നമുക്ക് കിട്ടിയത്? 2000 വർഷത്തിന് ശേഷം അത് നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റി. അതേപോലെ മറ്റൊന്നാണ്, ഏതായിരുന്നു അത്? അതായത് 10,000 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള സീഡ് നമ്മൾ മുളപ്പിച്ചെടുത്തു. അത് ഏതാണെന്ന് പറയാമോ? യെസ്, ആർക്കെങ്കിലും പറയാമോ? 10,000 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു സീഡിനെ നമ്മൾ മുളപ്പിച്ചെടുത്തു. അതും ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിൽ കിട്ടിയതാണ്. പക്ഷേ സീഡ് വാസ് സ്റ്റിൽ വയബിൾ അല്ലേ. അപ്പം സീഡിന് മണ്ണിൽ ഇങ്ങനെ ഇനാക്റ്റീവായിട്ട് അതിൽ ന്യൂട്രിയൻസും കോട്ട്ലിഡൻസും റിസർവ് ഫുഡും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് വർഷം മണ്ണിൽ ഇങ്ങനെ ഇനാക്റ്റീവായിട്ട് അവർക്ക് കിടക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ സീഡ് ഡോർമസി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫ്രൂട്ടിനെ കുറിച്ച് പഠിച്ചു. ഫ്രൂട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റാണ്. ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഫ്രൂട്ട് വാൾസിനെ കുറിച്ച് പഠിച്ചല്ലേ. ഫ്രൂട്ട് വാൾസിന് നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, പെരികാർപ്പ് എന്നാണ്. അതിന് 3 ലെയർ ഉണ്ട്, എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ തലാമസിൽ നിന്നൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ് എന്ത് മക്കളെ? നമ്മളുടെ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആപ്പിളൊക്കെ ഫോൾസ് ഫ്രൂട്ട്, ആപ്പിൾ, സ്ട്രോബെറി ഒക്കെ ഫോൾസ് ഫ്രൂട്ടാണ്. ഇസ് ഇസ് ക്ലിയർ ടു എവറിബഡി? പിന്നെ ഫ്രൂട്ട് നമുക്കറിയാം, ചില ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ദ ഓവറി ഉണ്ടാകും. അതിനെയാണ് നമ്മൾ പാർഥെനോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സീഡ്ലെസ് ഫ്രൂട്ട് അല്ലേ, പാർഥെനോ കാർപ്പിക് ഫ്രൂട്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ് ബനാന ഒക്കെ പാർഥനോ കാർപ്പിക് ഫ്രൂട്ടാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം 2 ടേംസ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു, അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. എന്താണ് അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും? അപ്പോമിക്സിസിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് മിയോസിസ് അല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു അബ്നോർമൽ എംബ്രിയോ സാക്കാണ്. ഇസ്ന്റ് ഇറ്റ്? ആബ്നോർമൽ എംബ്രിയോ സാക്കാണ്. അപ്പോൾ ഈ അബ്നോർമൽ എംബ്രിയോ സാക്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് തരുന്നത് നമുക്ക് തരുന്ന എഗ്ഗ് ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അതായത് മെയിൽ ഗാമേറ്റ് വന്നാലും അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. സോ ദാറ്റ് മീൻസ് വിത്തൗട്ട് ദ ഫെർട്ടിലൈസേഷൻ ഓഫ് ദി ഓവറി, അതായത് വിത്തൗട്ട് ദ ഫെർട്ടിലൈസേഷൻ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വിത്തൗട്ട് ദ ഫെർട്ടിലൈസേഷൻ ഇൻസൈഡ് ദി ഓവ്യൂൾ
അവർ തന്നെ ഒരു എംബ്രിയോനെ ഫോം ചെയ്യും. എഗ്ഗ് തന്നെ മൾട്ടിപ്ലൈ ചെയ്തൊരു എംബ്രിയോനെ ഫോം ചെയ്യും. അപ്പോൾ അതിനെ ചുറ്റും സീഡിൻ്റെ പാർട്ടും ഫ്രൂട്ടിൻ്റെ പാർട്ടും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സീഡിനെയാണ് നമ്മൾ അപ്പോമിക്റ്റിക് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ഹൈബ്രിഡ് ട്രേറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സീഡ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് asexual reproduction. These will be having all the characteristics of the female plant. ഫീമെയിൽ പാരൻറ്റിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇവർക്ക് ഉണ്ടാകും അല്ലേ. അതിനാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്ന സീഡ്സ് ആണ് അപ്പോമിക്റ്റിക് സീഡ്സ്. പോളി എംബ്രിയോണിയോ അനാവശ്യമായിട്ട് നമ്മുടെ സിട്രസിലും അതേപോലെ തന്നെ മാംഗോയിലുമൊക്കെ അനാവശ്യമായിട്ട് ന്യൂസെല്ലാർ സെൽസ് ഇല്ലേ, ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള ന്യൂസെല്ലാർ സെൽസ് ദേ ഫോം മെനി എംബ്രിയോസ്. ഇതിനെയാണ് നമ്മൾ പോളി എംബ്രിയോസ് എന്ന് പറയുന്നത്. ഈ ഫിനോമിനെയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അതേപോലെ അപ്പോമിക്സിസ് ഏതൊക്കെ പ്ലാന്റ്സിലാണ് കണ്ടുവരുന്നത്? സം സ്പീഷീസ് ഓഫ് ഏതൊക്കെയൊക്കെയാണ് കണ്ടുവരുന്നത്? അപ്പോമിക്സിസ് വിച്ച് പ്ലാന്റ് സ്പീഷീസിലാണ് കണ്ടുവരുന്നത്? മക്കളൊന്ന് പറഞ്ഞേ, നിങ്ങൾ പഠിച്ചതാണിത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിൽ നമ്മൾ ഓവറോൾ പഠിച്ചത്. ഇറ്റ്സ് എ വെരി ബിഗ് ചാപ്റ്റർ. പക്ഷേ മാക്സിമം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച എല്ലാ ടോപ്പിക്സും മിസ് കവർ ചെയ്ത് പോകാൻ നോക്കിയിട്ടുണ്ട്. യെസ്, മോർ ദാൻ 1 embryo is formed അല്ലേ? യെസ്, വെരി ഗുഡ്. ഫർസാന പറഞ്ഞല്ലോ സീഡ് അല്ലേ, ആർട്ടിക് ടുൻഡ്രയിൽ കണ്ടെത്തിയ ലുപ്പിനസ് ആർട്ടിക്കസ് 10,000 ഇയേഴ്സിന് ശേഷം ഓഫ് എക്സവേഷന് ശേഷം നമ്മളതിനെ മുളപ്പിച്ചെടുത്തു അല്ലേ. ആ 2 എക്സാമ്പിൾസും പഠിക്കണം കേട്ടോ മക്കളെ, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് സീഡ് ഡോർമസി പഠിക്കുമ്പോഴേ. യെസ്, 2 കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. സീഡിൻ്റെ വയബിലിറ്റി പഠിച്ചപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾസ് പഠിച്ചു. ഒന്ന് ഫീനിക്സ് ഡക്റ്റിലിഫെറ 2000 വർഷത്തിന് ശേഷം കിട്ടിയതും, പിന്നെ ലുപ്പിനസ് ആർട്ടിക്കസും അല്ലേ. വെരി ഗുഡ്. ഗ്രാസസും വെരി ഗുഡ്. സം സ്പീഷീസ് ഓഫ് ആസ്റ്ററേസിയയും. അപ്പോൾ നമുക്ക് അതിലാണ് ഇത് കാണാൻ പറ്റുന്നത്, അപ്പോമിക്സിസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. യെസ് എവറിബഡി, ഡൈഷ്യസ് വെരി വെരി ഫാസ്റ്റ്, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചൊരു ലാഗ് വന്നതുകൊണ്ട് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ചാപ്റ്റർ മിസ് അടുത്ത സെഷനിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അതിനായിട്ടൊരു സെപ്പറേറ്റ് സെഷൻ ഷെഡ്യൂൾ ചെയ്യാം. ബിക്കോസ് നമുക്ക് കുറച്ചൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. A dioecious flowering plant prevents both autogamy and ജെറ്റനോഗാമി ആൻഡ് സെനോഗാമി. ഡൈയേഷ്യസ് ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മെയിൽ ഫ്ലവർ ഒരു പ്ലാന്റിലും ഫീമെയിൽ ഫ്ലവർ മറ്റേ പ്ലാന്റിലുമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ നടക്കുക അല്ലേ. ഇതാണ് ഡൈയേഷ്യസ്. സോ ഡൈയേഷ്യസ് ഫ്ലവറിംഗ് പ്ലാന്റിൽ ഓട്ടോഗാമി നടക്കുമോ? ഇല്ല. ജെറ്റനോഗാമി നടക്കുമോ? ഇല്ല. രണ്ടും സ്റ്റോപ്പ് ആവും. സെനോഗാമി മാത്രമേ നടക്കുള്ളൂ അല്ലേ. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ബോത്ത് ഓട്ടോഗാമി ആൻഡ് ജെറ്റനോഗാമി. എല്ലാവരും ആൻസർ ചെയ്തേ. നമ്മൾ ചാപ്റ്റർ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തു. ഇനി എല്ലാവരും ആൻസർ ചെയ്തേ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു പോളിനേഷൻ. Moths and butterflies are the most dominant pollinating agents among insects. Pollination by water is quite rare in flowering plants because അവർക്ക് നല്ല ഫ്ലവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസെക്ട്സ് ആണ് പോളിനേറ്റ് ചെയ്യുക. Pollination by wind is most common among abiotic pollination. Abiotic pollinationൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പിന്നെന്താണ്, pollination by wind ആണ് അല്ലേ. Flowers produce foul odors to attract flies and beetles. ഈ ഈച്ചകളെയൊക്കെ അട്രാക്ട് ചെയ്യാനാണ് ചില ഫ്ലവേഴ്സ് ചീഞ്ഞ മണം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കറക്റ്റാണ്. അപ്പോൾ ഇൻകറക്റ്റ് എന്താ, മോത്തും ബട്ടർഫ്ലൈസും ആണോ മോസ്റ്റ് കോമൺ പോളിനേറ്റിംഗ് ഏജന്റ് among insects? നോ, ബീസ് ആണ് അല്ലേ. ഹണി ബീസ് ആണ് മോസ്റ്റ് കോമൺ പോളിനേറ്റിംഗ് ഏജന്റ്. നെക്സ്റ്റ്, ഇൻ വിച്ച് പ്ലാന്റ് ദ എൻഡോസ്പേം ഇസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ബൈ ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഡെവലപ്പിംഗ് എംബ്രിയോ എൻഡോസ്പേമിനെ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യും. സോ ഇറ്റ്സ് എ നോൺ എൻഡോസ്പേമിക് സീഡാണ്. എൻഡോസ്പേം ഇല്ലാത്തത്, കാസ്റ്ററിന് എൻഡോസ്പേം ഉണ്ട്, കോക്കനട്ടിന് എൻഡോസ്പേം ഉണ്ട്, പക്ഷേ ഗ്രൗണ്ട് നട്ടിന് എൻഡോസ്പേം ഇല്ല അല്ലേ. അതിൻ്റെ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ആക്രാന്തായിരുന്നു. അത് കംപ്ലീറ്റ്ലി മാം ആപ്പിൾ ബാക്ക്ലോഗ്സ് ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല മാധവ്, യു ക്യാൻ വാച്ച് ദ പേൾ വീഡിയോസ് ഓക്കെ ആൻഡ് യു ക്യാൻ കവർ ഇറ്റ് അപ്പ്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രൗണ്ട് നട്ട്, നമ്മുടെ പയർ അല്ലേ, പിന്നെ ബീൻ, ഇതൊക്കെ എന്താണ്, നോൺ എൻഡോസ്പേമിക് ആയിട്ടുള്ള എക്സാൽബുമിനസ് ആയിട്ടുള്ള സീഡ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് മെയിൽ ഗാമേറ്റ് ഡിസ്ചാർജ് ഇൻ ദ സിനർജിൻ? അതായത് നമ്മൾ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. മെയിൽ ഗാമേറ്റിനെ കൊണ്ടുപോയിട്ട് വൺ ഓഫ് ദ സിനർജിഡ്സിലേക്ക് ഇട്ട് കൊടുക്കും. എന്താണ് അതിന് പറ്റുന്നത്? വൺ ഫ്യൂസസ് വിത്ത് എഗ് ആൻഡ് അതർ ഫ്യൂസസ് വിത്ത് സെൻട്രൽ സെൽ ന്യൂക്ലിയൈ. വൺ ഫ്യൂസസ് വിത്ത് എഗ് ആൻഡ് അതർ ഡീജനറേറ്റ് ഇൻ ദ സിനർജിഡ്. തെറ്റ്. ഓൾ ഫ്യൂസ് വിത്ത് എഗ്. എല്ലാ 2 മെയിൽ ഗാമേറ്റും പോയിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമോ? ഇല്ല. വൺ ഫ്യൂസസ് വിത്ത് എഗ് ആൻഡ് അതർ വിത്ത് സിനർജിഡ് ന്യൂക്ലിയസ്. തെറ്റ്. ഒന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും ആൻഡ് അതർ സെൻട്രൽ സെൽ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും അല്ലേ. സോ ആദ്യം നടക്കുന്ന ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സിൻഗാമി ആണ്. രണ്ടാമത്തെ ഫ്യൂഷൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. ആദ്യത്തെ ഫ്യൂഷനിൽ
മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് നമുക്ക് സൈഗോട്ട് തരും. രണ്ടാമത്തെ ഫ്യൂഷനിൽ മെയിൽ ഗ്യാമേറ്റും പോളാർ ന്യൂക്ലിയയും കൂടെ ഫ്യൂസ് ചെയ്ത് നമുക്ക് പ്രൈമറി എൻഡോസ്പേമിക് ന്യൂക്ലിയസ് തരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോർഫോളജിക്കൽ നേച്ചർ ഓഫ് എഡിബിൾ പാർട്ട് ഓഫ് കോക്കനട്ട് ഇസ്. നമ്മൾ കോക്കനട്ടിൻ്റെ കഴിക്കുന്ന വൈറ്റ് കേർണൽ അല്ലെ, വൈറ്റ് പാർട്ട് ഓഫ് ദ കോക്കനട്ട് എന്താണ്? അതിൻ്റെ സെല്ലുലാർ എൻഡോസ്പേമാണ്, അതിൻ്റെ സോളിഡ് എൻഡോസ്പേമാണ്. സോ ഇറ്റ് ഇസ് ദ എൻഡോസ്പേം, ഇസ്ന്റ് ഇറ്റ്? ഓപ്ഷൻ 3 ആണ് വരിക അല്ലേ. നെക്സ്റ്റ്, പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഇൻ ദ സീഡ് ഇസ് നോൺ ആസ്. ന്യൂസെല്ലസിൽ ഉള്ള പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ്, അതായത് ഓവ്യൂളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ന്യൂസെല്ലസ് ഉണ്ട്. ന്യൂസെല്ലസിൽ നിന്ന് മെഗാസ്പോർ മദർ സെല്ലൊക്കെ ഉണ്ടായി. ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽ, അതായത് മെഗാസ്പോറോജെൻസിസ് കഴിഞ്ഞാൽ ശരിക്കും എംബ്രിയോ സാക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റോള് കഴിഞ്ഞു, അത് ഡീജനറേറ്റ് ആയി പോകണം. പക്ഷേ ചില പ്ലാന്റ്സിൽ എന്ത് ചെയ്യും, ഈ ന്യൂസെല്ലസ് ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്ട് അല്ലേ, പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിനെ നമ്മൾ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് അല്ലെങ്കിൽ റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് എന്നാണ് വിളിക്കുക. അപ്പോൾ സീഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും, ഇങ്ങനെയുള്ള പ്ലാന്റ്സിൽ ഒരു അഡീഷണൽ ലെയർ ആയിട്ട് ഇതിങ്ങനെ നിൽക്കും. ഇതിനെയാണ് നമ്മൾ പെരിസ്പേം എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് പെപ്പറിൽ, ബ്ലാക്ക് പെപ്പറിലും ഷുഗർ ബീറ്റിലും ഒക്കെ കാണാൻ പറ്റും. ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഓഫ് ദ ഫ്രൂട്ട് ലേബിൾഡ് ഇൻ ദ ഗിവൺ ഫിഗർ മേക്സ് ഇറ്റ് എ ഫോൾസ് ഫ്രൂട്ട്. ഇതിനെ ഫോൾസ് ഫ്രൂട്ട് ആക്കുന്നത് ഏത് പാർട്ടാണ്? ഇതിപ്പോൾ ആപ്പിൾ ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗം അല്ലേ, അതായത് എഡിബിൾ ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്ന ആ ഒരു ലെയർ എന്ന് പറയുന്നത് ഇതെന്താണ്? അതിൻ്റെ തലാമസ് ആണ്. ശരിക്കും ഇവരിൽ തലാമസ് ആണ് എഡിബിൾ പാർട്ടായിട്ട് മാറുന്നത് ഫോൾസ് ഫ്രൂട്ട്സിൽ. ട്രൂ ഫ്രൂട്ട്സിലോ ഓവറിയുടെ പാർട്ടുകളാണ് പെരികാർപ്പിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ തലാമസ് ആണ് ശരിക്കും ഇതിനെ ഫോൾസ് ഫ്രൂട്ട് ആക്കുന്നത്. ബാക്കിയൊക്കെ ഉള്ളിലേക്കുള്ള ഭാഗമൊക്കെ എന്താണ്, അതിൻ്റെ മീസോകാർപ്പ്, എൻഡോകാർപ്പ് അല്ലേ, സീഡൊക്കെ അതിൻ്റെ ശരിക്കുള്ള റിയൽ ഫ്രൂട്ടിൻ്റെ, ട്രൂ ഫ്രൂട്ടിൻ്റെ ഭാഗമാണ്. സോ ഓപ്ഷൻ D4 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈലം ഇസ് എ സ്കാർ ഓൺ ദ. സീഡിൻ്റെ മുകളിൽ ഒരു സ്കാർ ഉണ്ട്. എല്ലാ സീഡ്സിൻ്റെ മുകളിലും നമുക്ക് ഇങ്ങനെ ഒരു പാട് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈലം എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ സ്കാർ ഓൺ ദ സീഡ് അല്ലേ മക്കളെ, ഇറ്റ്സ് എ സ്കാർ ഓൺ ദ സീഡ്. സോ വേർ മൈക്രോപൈൽ വാസ് പ്രസന്റ് ആണോ? അല്ല അല്ലേ. വേർ ഫ്യൂണിക്കിൾ വാസ് അറ്റാച്ച്ഡ്, അതായത് ഈ ഓവ്യൂള് പ്ലാസൻ്റയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു കണക്ഷനെയാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ജംഗ്ഷൻ, ഓവ്യൂളുടെ മെയിൻ പാർട്ടുമായിട്ട് ഇവർ അറ്റാച്ച് ചെയ്യുന്ന ആ ജംഗ്ഷനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുക. അതാണ് പിന്നീട് ഓവ്യൂള് സീഡായിട്ട് മാറുമ്പോൾ സ്കാർ ഓൺ ദ സീഡായിട്ട് മാറുന്നത്. സോ ഇറ്റ് ഈസ് ദ സ്കാർ ഓൺ ദ സീഡ് വെയർ ഫ്യൂണിക്കിൾ വാസ് അറ്റാച്ച്. സോ ഓപ്ഷൻ 3 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഫ്ലവേഴ്സ് ഇസ് ഇൻകറക്റ്റ്. ഇതൊന്ന് പറഞ്ഞേ, ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്നാണ്. എനിക്ക് ഒരുപാട് മക്കൾ ആൻസർ ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ വളരെ കുറച്ച് പേരെ ആൻസർ ചെയ്യുന്നുള്ളൂ. ആപ്പിൽ കാണുന്നവരൊക്കെ ആക്റ്റീവായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇതൊന്ന് പറഞ്ഞേ മക്കളെ, എല്ലാവരും പറഞ്ഞേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, ഓവ്യൂൾസ് ഡെവലപ്പ് ഇൻ ടു ആൻ എംബ്രിയോ സാക്ക്, ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്, സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു ആൻ എംബ്രിയോ, സെൻട്രൽ സെൽ ഡെവലപ്സ് ഇൻ ടു എൻഡോസ്പേം. ഇതിൽ തെറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓവ്യൂൾസ് എംബ്രിയോ സാക്ക് ആയിട്ടാണോ മാറുന്നത്? തെറ്റാണ്. ഓവ്യൂൾസ് സീഡായിട്ടാണ് മാറുന്നത് അല്ലേ. ഇത് അപ്പോൾ തെറ്റാണ്. ഓവറി ഫ്രൂട്ട് ആകും, സൈഗോട്ട് എംബ്രിയോ ആകും, സെൻട്രൽ സെല്ല് എൻഡോസ്പേം ആകും. ഇതൊക്കെ കറക്റ്റാണ്. ഓപ്ഷൻ 1 ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് ഉള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ഫോർ വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സ്. വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? Well exposed stamens and stigma, many ovules in each ovary, flowers are small and not brightly colored. Yes, pollen grains are light and non-sticky, isn't it? Yes, ഇവിടെ സ്റ്റിഗ്മയും സ്റ്റേമൻസും ഒക്കെ വെൽ എക്സ്പോസ്ഡ് ആണ്. കാരണം കാറ്റത്ത് ഇങ്ങനെ പറന്ന് വരുമ്പോൾ അവരെ ട്രാപ്പ് ചെയ്യാൻ പറ്റണ്ടേ. ആൻഡ് ഫ്ലവേഴ്സ് ചെറുതാണ്, പിന്നെ വലിയ കളറൊന്നും ഉണ്ടാവില്ല, കാരണം ഇൻസെക്ട്സിനെ ഒന്നും അട്രാക്ട് ചെയ്യണ്ട. പോളൻ ഗ്രെയിൻസ് ലൈറ്റും നോൺ സ്റ്റിക്കി ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, എന്നാലല്ലേ ഈസി ആയിട്ട് അവർക്ക് കരുത്ത് പറന്നു പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ മെനി ഓവ്യൂൾസ് ഇൻ ഈച്ച് ഓവറി ആയിരിക്കോ? നോ. ഒരു ഓവറിൻ്റെ ഉള്ളിൽ ഒരു ഓവ്യൂളേ ഉണ്ടാകുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് ഇറ്റ് വിൽ ബി പാക്ഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ്. സോ ഓപ്ഷൻ 2 ആണ് വരുന്നത്. കാരണം ഈ അനിമോഫിലി, വിൻ പോളിനേഷൻ കൂടുതൽ കാണുന്നത് ഗ്രാസസിലാണ് അല്ലേ. അവരുടെയൊക്കെ പൂക്കൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ചെറിയ ചെറിയ പൂക്കളായിരിക്കും, എന്നിട്ട് അതൊരു പൂങ്കലയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. നെക്സ്റ്റ്,
Flowers which have a single ovule in the ovary and are packed into inflorescence are usually pollinated by. Flowers which have single ovule in the ovary and are packed into an inflorescence are usually pollinated by bee, wind, bat, flower. Single ovule in the ovary എല്ലാം കൂടി ഒരു ഇൻഫ്ലോറൻസസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് wind pollination ആണ് അല്ലേ, അനിമോഫിലി ആണ്. നെക്സ്റ്റ്, which one of the following statement is not true? ഇതിൽ കറക്റ്റ് അല്ലാത്തത് എന്താണ്? Exine of pollen grain is made up of sporopollenin. Pollen grains of many species cause severe allergies. Stored pollen in liquid nitrogen can be used in crop breeding programs. Tapetum helps in dehiscence of anther. Pollen grain നമുക്കറിയാം എക്സൈൻ ഉണ്ട്, ഇൻറ്റൈൻ ഉണ്ട്. എക്സൈനിൽ മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ട്, അതാണ് സ്പോറോപോളനിൻ. അതേപോലെ സ്പോറോപോളനിൻ ഇല്ലാത്ത സ്ഥലത്ത് അവർക്ക് ജേം പോർസ് ഉണ്ട് അല്ലെ, ഓപ്പണിങ്സ് ഉണ്ട്. പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് അലർജീസ് ഉണ്ടാക്കും, ബ്രോങ്കിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, അലർജീസ് ഉണ്ടാക്കാറുണ്ട്. സ്റ്റോർഡ് പോളൻ ഇൻ ലിക്വിഡ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. നമുക്ക് സീഡ് സ്റ്റോർ ചെയ്യുന്ന പോലെ പോളൻ ഗ്രെയിനെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പോളൻ ബാങ്ക്സിൽ. അതിന് ക്രയോ പ്രിസർവേഷൻ എന്നാണ് പറയുക. ടെപ്പീറ്റം ഹെൽപ്സ് ഇൻ ഡെഹിസെൻസ് ഓഫ് ആന്തർ, തെറ്റാണ്. ടെപ്പീറ്റൽ സെൽസ് മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്, അവർക്ക് യുബിഷ് ഗ്രാന്യൂൾസ് ഉണ്ട്. ദേ ഹെൽപ്പ് ഇൻ ഫോമിങ് ദ എക്സൈൻ ഓഫ് ദ പോളൻ ഗ്രെയിൻ അല്ലേ, ആൻഡ് ദേ നോറിഷ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. സോ ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റ്യനിൽ റോങ് ആയിട്ടുള്ളത്. Jetenogamy involves. Jetenogamy എന്താണ്? Fertilization of a flower by the pollen from another flower of the same plant. Fertilization of a flower by pollen from the same flower അല്ല. Fertilization of flower of pollen from flower of another plant in the same population അല്ല, അത് ക്രോസ് പോളിനേഷൻ ആണ്. Fertilization of flower by pollen from a flower of another plant belong to distant population അല്ല. ഫസ്റ്റ് വൺ ആണ് അല്ലേ. അതായത് fertilization of a flower by എന്താണ് സംഭവിക്കുന്നത്? പോളൻ ഫ്രം അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ നടക്കുക. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ജെനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമി. ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ടർ ഹൈസിന്ത് ആൻഡ് വാട്ടർ ലില്ലി പോളിനേഷൻ ടേക്സ് പ്ലേസ് ബൈ. ഞാൻ പറഞ്ഞു വാട്ടർ ലില്ലിയും വാട്ടർ ഹൈസിന്തും ഒക്കെ വെള്ളത്തിലുള്ള ചെടികളാണെങ്കിലും താമരയും ആമ്പലും നമ്മുടെ പിന്നെ ഏഖ്നോറിയ കുളവാഴി ഇതൊക്കെ വെള്ളത്തിൽ വളരുന്നതാണെങ്കിലും ഇവർക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അല്ലേ, ബ്രൈറ്റ്ലി കളേർഡ് നല്ല മണമൊക്കെയുള്ള ഫ്ലവേഴ്സ് ആണ്. ഇറ്റ്സ് ബിക്കോസ് ദേ ആർ പോളിനേറ്റഡ് ബൈ വിൻഡ് ഓർ ഇൻസെക്ട്സ് അല്ലേ. ഇൻസെക്ട്സ് അല്ലെങ്കിൽ വിൻഡാണ്, എൻറ്റമോഫിലി അല്ലെങ്കിൽ അനിമോഫിലി ആണ് നടക്കുക, വെള്ളത്തിലല്ല അവരുടെ പോളിനേഷൻ നടക്കുക. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? Next question, both autogamy and jetenogamy are prevented in. ഓട്ടോഗമിയും ജെറ്റനോഗമിയും ഏതിലാണ് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്? പപ്പായ, ക്യുക്യുംബർ, കാസ്റ്റർ, മെയ്സ്. പറഞ്ഞേ മക്കൾ പറഞ്ഞേ. ബോത്ത് ഓട്ടോഗമി ജെറ്റനോഗമി ആർ പ്രിവെൻറ്റഡ് ഇൻ പപ്പായ, ക്യുക്യുംബർ, കാസ്റ്റർ, മെയ്സ്. ഏതിലാണ്? പപ്പായയിലല്ലേ, ബിക്കോസ് പപ്പായ ഈസ് ഡൈയേഷ്യസ് അല്ലേ. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വേറെ വേറെ പ്ലാന്റിലാണ് ഉണ്ടാവുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ നടക്കുക. സോ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളൻ ടാബ്ലറ്റ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ. പോളൻ ടാബ്ലറ്റ്സ് എന്തിനാണെടാ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ബ്രീഡിംഗ് പ്രോഗ്രാം, സപ്ലിമെൻറ്റിംഗ് ഫുഡ്, എക്സിറ്റു കൺസർവേഷൻ. ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ടാണ് ആളുകൾ യൂസ് ചെയ്യുന്നത് അല്ലേ, ബിക്കോസ് ദേ ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇൻ ആൻജിയോസ്പേംസ്, മൈക്രോസ്പോറോജെൻസിസ് ആൻഡ് മെഗസ്പോറോജെൻസിസ് occur in anther, form gametes without further divisions, involve meiosis, occur in ovule. മൈക്രോസ്പോറോജെൻസിസ് നടക്കുന്ന ആന്തറിൽ പോളൻ സാക്കിൻ്റെ ഉള്ളിലും മെഗാസ്പോറോജെൻസിസ് നടക്കുന്നത് ഒവ്യൂളിൻ്റെ ഉള്ളിലുമാണ്. പക്ഷേ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് രണ്ടും ഇൻവോൾവ്സ് മിയോട്ടിക് ഡിവിഷൻസ് അല്ലേ. ബോത്ത് ഇൻവോൾവ് മിയോട്ടിക് ഡിവിഷൻ. ഇസ് ദിസ് ക്ലിയർ ടു എവറിബഡി? Next question, in the diagram given, parts labeled as A, B, C, D, E, F respectively identified as. മക്കൾ നോക്കിക്കേ, അതായത് ഏതൊക്കെയാണ് എ, ബി, സി, ഡി ആൻഡ് ഇ, എഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്താണ്? സിനർജിഡ്സ് ആണ് അല്ലേ. എ സിനർജിഡ്സ് ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് പോളാർ ന്യൂക്ലിയ ആണ്, സെൻട്രൽ സെൽ ന്യൂക്ലിയ ആണ്. സി ഈസ് ദ സെൻട്രൽ സെൽ ആൻഡ് ഡി ഈസ് ദ ആൻറ്റിപോഡൽ സെൽസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ആൻഡ് ഈ സിനർജിഡ്സിന് മുകളിലുള്ള ഫിംഗർ ലൈക്ക് തിക്കനിങ് ആണ് ഫൈലിഫോം അപ്പാരറ്റസ്. ആൻഡ് എഫ് ഇസ് ദ എഗ് സെൽ അല്ലേ. സോ ഓപ്ഷൻ 2 ആണ് ക്ലിയർ ആയിട്ട് നമ്മുടെ ആൻജിയോസ്പേമിൻ്റെ 8 ന്യൂക്ലിയേറ്റഡ് 7 സെൽഡ് എംബ്രിയോ സാക്കിനെ ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. യെസ് എവറിബഡി? ഓക്കെ. Next question, the given diagram shows a typical dicot embryo in which the numbers represent respectively. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് അവരുടെ സിംഗിൾ ഷീൽ ഷേപ്പ് കോട്ട്ലിഡൻ ആണ്, ദാറ്റ് ഈസ് സ്ക്യൂട്ടലം. ദിസ് ഇസ് സ്ക്യൂട്ടലം അല്ലേ. ഇതെന്താണ്? ഇത് അവരുടെ പ്ലിമ്യൂളിനെ, അതായത് ഷൂട്ട് അപ്പെക്സിനെയും ലീഫ് പ്രൗഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറാണ്
2, that is coleoptile. So 1 is scutellum, 2 is coleoptile, yes, and 3 is the shoot apex, and 4 is the epiblast. അല്ലേ, അവർക്കൊരു റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കോട്ടിലിഡൻ ഉണ്ട്, അതാണ് എപ്പിബ്ലാസ്റ്റ്. ആൻഡ് 5 is the റാഡിക്കലിനെ കവർ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കോളിയോ റൈസ എന്ന് പറയുന്നത്. ആൻഡ് ദർ ഈസ് റാഡിക്കൽ അല്ല റൂട്ട് ക്യാപ് റീജിയൻ, അല്ലേ, റാഡിക്കലിന്റെ ചുറ്റിനുമാണ് എന്തുള്ളത്, റൂട്ട് ക്യാപ് റീജിയൻ ഉള്ളത്. സോ 1 is scutellum, 2 is coleoptile, 3 is 2 coleoptile ആണ്, 3 എന്ന് പറയുന്നത് ഷൂട്ട് അപെക്സ് ആണ്, ആൻഡ് 4 is the epiblast, and 5 is the root cap. ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ എല്ലാവർക്കും? ഇത് സ്ക്യൂട്ടല്ലം, അവിടെ 1 സിംഗിൾ ഷീൽ ഷേപ്പ് കോട്ട്ലിഡൻ. ഇത് കോളിയോപ്റ്റൈൽ, അല്ലേ, പ്ലുമ്യൂളിനെ ഷൂട്ട് അപെക്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ 3 എന്ന് പറയുന്നത് ഷൂട്ട് അപെക്സ് ആണ്, ആൻഡ് 4 അവരുടെ റെഡ്യൂസ് കോട്ട്ലിഡൻ ആണ്, ദാറ്റ് ഈസ് എപ്പിബ്ലാസ്റ്റ്, ആൻഡ് 5 is the root cap region. യെസ് ചിൽഡ്രൻ, സോ ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. അപ്പോൾ നമ്മുടെ ടൈം അപ്പ് ആയിട്ടുണ്ട്. ആൻഡ് അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു ഡിലേ വന്നതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ദിവസം ഒരു സെപ്പറേറ്റ് സെഷനായിട്ട് തന്നെ മിസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റിവിഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയോ? നമ്മുടെ റാപ്പിഡ് റിവിഷൻ, പെട്ടെന്ന് റാപ്പിഡായിട്ടാണ് നമ്മൾ ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്തു, നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്തു. ആൻഡ് ഐ ഹോപ്പ് ദിസ് റിവിഷൻ വാസ് യൂസ്ഫുൾ ഫോർ ഓൾ ഓഫ് യു ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ നല്ലപോലെ റിവൈസ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ബോർഡ് എക്സാം മോഡലിലുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഈ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ക്ലാസ് റേറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റേറ്റിങ്ങും ഫീഡ്ബാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ആപ്പിലൊക്കെ ഉള്ളവരെല്ലാവരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. താങ്ക് യു ഫർസാന, അക്ഷയ്, ആൻഡ് പിന്നെ ആപ്പിൽ ഒരുപാട് മക്കൾ, നെഹാൽ, ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് മാധവ്. ഓക്കെ, ആൻഡ് യൂട്യൂബിൽ ഹഫ്സ, ശ്രേയ ഒക്കെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. അക്ഷയും ഫർസാനും ഇവിടെയും ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. ബൈ.